ഇന്ത്യയുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശി പോലീസിൻ്റെയും അതുപോലെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള അവാമി ലീഗിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ബംഗ്ലാദേശ് ഛത്ര ലീഗിൻ്റെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളിൽ ഏകദേശം 100ഓളം പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുകൂടാതെ ഈ പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിലുടനീളം ഇൻ്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കുകയും അതുപോലെ യൂണിവേഴ്സിറ്റികൾ, കോളേജുകൾ, സ്കൂളുകൾ തുടങ്ങി ബംഗ്ലാദേശിലെ എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയും ചെയ്തിരിക്കുകയാണ് ബംഗ്ലാദേശി ഗവൺമെൻറ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി സമരങ്ങളെക്കുറിച്ചും അത് എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വെൽക്കം ടു ദി വീക്ക്ലി കോളം. ബംഗ്ലാദേശിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഇവിടെ പണ്ട് കാലം തൊട്ടേ നിലവിലുണ്ടായിരുന്ന പക്ഷേ 2018 ബംഗ്ലാദേശി ഗവൺമെൻറ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വാട്ട സിസ്റ്റമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിലൊക്കെ നിലവിലുള്ളതുപോലെ ബംഗ്ലാദേശിലെ ഗവൺമെൻറ് ജോലികളിലേക്ക് ചില സംവരണങ്ങൾ നിലവിലുണ്ട്. അതിനെയാണ് ബംഗ്ലാദേശിൽ അവർ ക്വാട്ട സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംവരണം 2018 ബംഗ്ലാദേശി ഗവൺമെൻറ് അവസാനിപ്പിച്ചിരുന്നെങ്കിലും ഇതിനെതിരായിട്ട്, അതായത് ബംഗ്ലാദേശി ഗവൺമെൻറ് ഈ ക്വാട്ട സിസ്റ്റം അവസാനിപ്പിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ ബംഗ്ലാദേശിലെ പരമോന്നത കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരമോന്നത കോടതി അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ ഹൈക്കോടതി ഈ അടുത്ത കാലത്തായിട്ട് ഗവൺമെൻറ് ഈ ക്വാട്ട സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ക്വാട്ട സിസ്റ്റം തുടർന്ന് പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉത്തരവ് പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രക്ഷോഭകാരികൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഈ ക്വാട്ട സിസ്റ്റത്തിനകത്ത് കാര്യമായിട്ടുള്ള ചില ഭേദഗതികൾ വരുത്തണമെന്നാണ്. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുക, ഇവരുടെ ആവശ്യം ഈ ക്വാട്ട സിസ്റ്റം അവസാനിപ്പിക്കണം എന്നല്ല, ഇതിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യുവാക്കളുടെ ഭാഗത്തുനിന്ന് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബംഗ്ലാദേശിലെ ഈ ക്വാട്ട സിസ്റ്റത്തിനകത്തുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ചരിത്രം കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതായത് 1971 നടന്നിട്ടുണ്ടായിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് 71 ഡിസംബറിൽ ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നത്. പിന്നീട് 1972 തൊട്ടേ ബംഗ്ലാദേശിൽ സർക്കാർ ജോലികളിലേക്ക് ചില വിഭാഗം ജനങ്ങൾക്ക് അവർ സംവരണം നൽകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സംവരണം നൽകുന്നതിന് പിന്നിലുള്ള ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ സംവരണം എന്ന് പറയുന്ന സമ്പ്രദായം നല്ലതാണ്. പക്ഷേ ബംഗ്ലാദേശിലെ നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ നോക്കിയാൽ ബംഗ്ലാദേശിൻ്റെ ഗവൺമെൻറ് ജോലികളിൽ 56% ഈ ക്വാട്ട സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് സംവരണം ചെയ്യപ്പെട്ടവയാണ്. അതായത് ബംഗ്ലാദേശിൽ ഒരു പബ്ലിക് സർവീസ് എക്സാമിനേഷൻ എഴുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഈ ക്വാട്ടയുടെ ഭാഗമല്ലാത്ത ഒരാളാണെങ്കിൽ വെറും 46% വരുന്ന വേക്കൻസികളിലേക്കാണ് അല്ലെങ്കിൽ ഒഴിവുകളിലേക്കാണ് അവർ ഈ മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നത്. കാരണം 56% ഈ ക്വാട്ട സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ചില വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ പ്രക്ഷോഭകാരികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഈ 56% വരുന്ന ക്വാട്ട സിസ്റ്റം പരിപൂർണമായിട്ടും അവസാനിപ്പിക്കണം എന്നുള്ളതിന് പകരം ഇതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതാണ്. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 56% വരുന്ന ക്വാട്ടയിൽ 30%ൻ്റെയും ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളെന്ന് പറയുന്നത് 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തിനോട് ഏറ്റുമുട്ടിയിരുന്നൊരു സമയത്ത് ഈ പാകിസ്ഥാനെതിരായിട്ടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട് ബംഗ്ലാദേശിൽ. അവർക്ക് വേണ്ടിയിട്ടായിരുന്നു 1972 ഈ സംവരണം തുടങ്ങിയ സമയത്ത് 30% സംവരണ സീറ്റുകൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 71 കഴിഞ്ഞ് 50 വർഷം കഴിയുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന ആളുകളൊക്കെ ഒന്നുകിൽ മരണപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അവർ വൃദ്ധന്മാരായിട്ട് മാറുകയോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംവരണത്തിനകത്ത് 1996 കൊണ്ടുവന്ന ഒരു മാറ്റം അനുസരിച്ച് ഈ 30% സംവരണത്തിൻ്റെ ആനുകൂല്യം അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും കിട്ടും എന്നാക്കി മാറ്റിയിട്ടുണ്ട്.
അതായത് അന്ന് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്ന ആളുകളുടെ മക്കളും പേരക്കുട്ടികളുമായിട്ടുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ഗവൺമെൻറ് സർവീസിനകത്തുള്ള 30% ഒഴിവുകളുടെ അർഹത ഉള്ളത്. അപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള ഈ 30% സംവരണം നിർത്തലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ബംഗ്ലാദേശിൽ ഈ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ഈ സമരക്കാരുടെ ഭാഗത്തുനിന്ന് വരാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ഏറ്റവും അധികം പങ്കെടുത്തിട്ടുള്ളത് ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ റൂളിംഗ് പാർട്ടി ആയിട്ടുള്ള, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ആയിട്ടുള്ള അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവരുടെ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പ്രധാനമായിട്ടും പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാണെന്നൊക്കെ പറയുന്നത് പോലെ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായിട്ട് കണക്കാക്കുന്നത് ഇപ്പോഴത്തെ ബംഗ്ലാദേശി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീനയുടെ അച്ഛനും ഈ അവാമി ലീഗ് പാർട്ടിയുടെ സ്ഥാപകനുമായിട്ടുള്ള ഷെയ്ഖ് മുജീബുർ റഹ്മാനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പങ്കെടുത്തിട്ടുള്ള വലിയൊരു ശതമാനം ആളുകളും ഈ അവാമി ലീഗുകാരായതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഭരണത്തിലിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി പരിഗണിക്കുക. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടുവായിക്കുന്ന സമയത്ത് ഈ 30% സംവരണത്തിൻ്റെ ആനുകൂല്യം വാങ്ങിക്കുന്ന മെജോറിറ്റി ആളുകളും, അല്ലെങ്കിൽ ഏകദേശം പൂർണ്ണമായിട്ടും ഈ 30% സംവരണത്തിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഭരണകക്ഷിയായിട്ടുള്ള അവാമി ലീഗിൻ്റെ പ്രവർത്തകരായിരിക്കും. സോ അപ്പോൾ അതിനും കൂടി എതിരായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ സമരങ്ങൾ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ സമരക്കാർ ഇത്തരത്തിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയധികം സമരങ്ങൾ നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും ചെറുപ്പക്കാരായിട്ടുള്ള ജനവിഭാഗമുള്ള രാജ്യങ്ങളിലൊന്നാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. അതായത് ബംഗ്ലാദേശിലെ ഒരാളുടെ ശരാശരി പ്രായം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ ശരാശരി പ്രായത്തിന് ഏകദേശം തുല്യമാണ്. 29 വയസ്സാണ് ശരാശരി ഒരു ബംഗ്ലാദേശി പൗരൻ്റെ പ്രായം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ബംഗ്ലാദേശിൽ വരുന്ന ഏകദേശം 18 കോടിയോളം വരുന്ന ജനങ്ങളിൽ 70% ആളുകളും 15 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള, നമ്മൾ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ്. ഇതുകൂടാതെ ബംഗ്ലാദേശിൻ്റെ മൊത്തം ജനസംഖ്യയിൽ ഏകദേശം 25% വരുന്ന ആളുകൾ 15 വയസ്സിനും 29 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളാണ്. സോ ഇത്രയധികം ചെറുപ്പക്കാരുള്ള ഒരു രാജ്യമാകുന്ന സമയത്ത് അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നെന്ന് പറയുന്നത് തൊഴിലില്ലായ്മയായിരിക്കും. കാരണം ഇത്രയധികം ആളുകൾക്ക് ജോലി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഇതുകൂടാതെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഒക്കെ കണക്കുകൾ അനുസരിച്ച് ഒരു വർഷം ഏകദേശം 18 തൊട്ട് 20 ലക്ഷം വരെ ചെറുപ്പക്കാരാണ് ഓരോ വർഷവും ബംഗ്ലാദേശിൽ ഈ തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് പുതുതായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ഒരു അവസ്ഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നിലവിലുള്ള ഈ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് 2009 അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു ഓൺ ആൻ ആവറേജ് ഒരു 6.5% വാർഷിക നിരക്കിൽ ഈ ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നുണ്ടെങ്കിലും ബംഗ്ലാദേശിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അവിടുത്തെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഈ 2020-22 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന COVID-19 പാൻഡമിക്കും അതിനുശേഷം വന്നിട്ടുള്ള ഈ റഷ്യ യുക്രൈൻ യുദ്ധമൊക്കെ കാരണം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നടന്നിട്ടുള്ള തിരിച്ചടികൾ കാരണം ഈ പറയുന്ന ഗാർമെൻറ്റ് ബിസിനസ് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീനെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിൽ തൊഴിലില്ലായ്മ നിരക്ക് ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ചെറുപ്പക്കാരും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ടുള്ള വരുമാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ഒരു ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളതാണ്. സോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ജോലിയിലേക്കുള്ള സംവരണത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഇത്ര വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ്. സോ നമ്മൾ ഒറ്റയടിക്ക് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത് കുറേ സമരങ്ങൾ നടക്കുന്നു. ആ സമരം എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നതെന്ന് ആൾക്കാർക്ക് ചോദിക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥി സമരം തുടങ്ങുന്ന സമയത്ത് ഇത് ഈ കോട്ട സിസ്റ്റത്തിനെതിരായിട്ട്, ഞാൻ പറഞ്ഞ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കോട്ട സിസ്റ്റം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ് വിരുദ്ധ സമരമായിട്ടല്ല, ഈ സിസ്റ്റത്തിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ സമരം ഈ ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തോടു കൂടിയിട്ട് വളരെയധികം ശക്തിപ്പെട്ടതോടുകൂടി ഈ ബംഗ്ലാദേശിലെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന വളരെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സമരക്കാരെ പണ്ട് 1971 ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ സൈന്യത്തിനെ അനുകൂലിക്കുന്ന ചില ആളുകൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിലുള്ള കൂട്ടക്കൊലകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അട്രോസിറ്റീസും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ആ ആളുകളെയാണ് റസാക്കേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ ഈ റസാക്കേഴ്സ് എന്ന് പറയുന്ന വാക്ക് തന്നെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവ് മീനിങ് ഉള്ള, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയത്തിനകത്താണെങ്കിലും ബംഗ്ലാദേശി സൊസൈറ്റിക്കകത്താണെങ്കിലും അവിടുത്തെ ആളുകൾ അറപ്പോടുകൂടി കാണുന്നൊരു വാക്കാണ്.
സോ ഈ സമരക്കാരെ റസാക്കേഴ്സിനോട് ഉപമിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 14-ാം തീയതി ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷെയ്ഖ് ഹസീന ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇതോട് കൂടിയിട്ട് ഈ സമരക്കാർ ഇപ്പോൾ ബംഗ്ലാദേശി ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടും കൂടി ഈ പ്രക്ഷോഭങ്ങൾ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം എല്ലാ കാലത്തും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന പിടിച്ച ഏരിയയാണ്. കാരണം ഇപ്പോൾ സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഫോറിൻ റിലേഷൻസിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ രണ്ട് രാജ്യങ്ങൾക്കിടയിലാണ് റിലേഷൻസ് ഉണ്ടാവുക. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അതൊരു പരിധിക്കപ്പുറം ബാധിക്കില്ല. പക്ഷേ ബംഗ്ലാദേശിൽ പ്രധാനമായിട്ടും രണ്ട് രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. ഒന്ന് ഈ ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകുന്ന അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും മറ്റൊന്ന് ഖാലിദ സിയ നേതൃത്വം നൽകുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. പക്ഷേ ബംഗ്ലാദേശിൻ്റെ ഒരു ചരിത്രത്തിൽ ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി ഭരിക്കുന്ന സമയത്തെല്ലാം തന്നെ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യയുടെ ബന്ധം വളരെ ഊഷ്മളമായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള വിസിറ്റുകളൊക്കെ നിങ്ങളൊരു എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. പക്ഷേ അതേസമയം ഈ ഖാലിദ സിയയുടെ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ വളരെ കടുത്ത രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന നിലപാടുകളാണ് ബംഗ്ലാദേശി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരാറുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിലുള്ള അസാമിലൊക്കെ ഉള്ള ഉൾഫ പോലുള്ള തീവ്രവാദ സംഘടനകളെയൊക്കെ സപ്പോർട്ട് ചെയ്യാറുള്ളത്, ഇവർക്കുള്ള ട്രെയിനിങ് ക്യാമ്പുകളും ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സും ഒക്കെ ഒരു കാലത്തുണ്ടായിരുന്നത് ഈ ഖാലിദ സിയ ഭരിച്ചിരുന്ന സമയത്ത് ബംഗ്ലാദേശിലായിരുന്നു. അപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മോശമാകും എന്ന് മാത്രമല്ല, ഇന്ത്യയെ ഉപദ്രവിക്കാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഉപദ്രവിക്കുന്നൊരു നിലപാടാണ് ഖാലിദ സിയ ഭരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ BNP ഭരിക്കുന്ന സമയത്ത് ബംഗ്ലാദേശി ഗവൺമെൻറ് എടുക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനാധിപത്യ വിരുദ്ധയാണ് അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർ പോലെയാണ് ഈ ഷെയ്ഖ് ഹസീന പെരുമാറുന്നത് എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടും ഇന്ത്യ ഒരു കാലത്തും ഈ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനെ തള്ളി പറയാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. കാരണം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശ് ഭരിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങൾ ഈ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളായിട്ട് മാറി എന്തെങ്കിലും കാരണത്താൽ ഈ ഷെയ്ഖ് ഹസീന ഗവൺമെൻറ് താഴെ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ മിക്കവാറും ഇതിന് പകരക്കാരായിട്ട് അധികാരത്തിൽ വരാൻ പോകുന്നത് ഈ ബംഗ്ലാദേശി നാഷണൽ പാർട്ടിയാണ്. സോ ഈ ബംഗ്ലാദേശി നാഷണൽ പാർട്ടി ബംഗ്ലാദേശിൽ അധികാരത്തിൽ വരിക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും തന്നെ ആശാസ്യകരമല്ലാത്ത ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഇനി കൈവിട്ടു പോയി ഈ ബംഗ്ലാദേശിലെ ഗവൺമെൻറ് താഴെ ഇറങ്ങുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യക്ക് വലിയൊരു നഷ്ടമാകും എന്നുകൂടി മനസ്സിലാക്കുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. സോ താങ്ക് യു ഓൾ.